അടുത്തതായി സദ്ഭാവന ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ബാലചന്ദ്രൻ is a very close confidant of Dr. Dali, a man with immense social commitments and one who has spearheaded adult literacy and skill development programs. Welcome to the podium. ഡോക്ടർ ഡാർലിയും കുശിയുടെ ബഹുമാനാർത്ഥം തിരുവനന്തപുരത്തൊരു സമ്മേളനം സംഘടിപ്പിക്കണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അത്രത്തോളം നമ്മുടെ തലമുറയിലെ ആളുകളെ പ്രചോദിപ്പിച്ച വ്യക്തിത്വത്തിനുടമയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് പ്രീ ഡിഗ്രിക്ക്. അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഷൻ, അദ്ദേഹത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ഡോക്ടറാവുക എന്നുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പക്ഷേ മോഡൽ എക്സാമിനേഷന് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ സൾഫ്യൂരിക് ആസിഡ് വീണ് അദ്ദേഹത്തിന് നന്നായി പരീക്ഷ എഴുതാനായി. അന്ന് എൻട്രൻസ് അല്ലല്ലോ, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് MBBS അഡ്മിഷൻ കിട്ടുക. അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയില്ല. ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുമ്പോഴും ശാസ്ത്രവും ഡോക്ടറായാൽ ഉണ്ടാകാവുന്ന സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വചാലമായി സംസാരിക്കുമായിരുന്നു. പുത്തൻ രോഗങ്ങൾ, രോഗപ്രവണതകളും ലോകത്തെമ്പാടും ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നമ്മോട് സംസാരിക്കുമായിരുന്നു. എപ്പോഴും ഉണ്ടാകി ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ലിറ്ററേച്ചർ മെയിൻ എടുത്ത് ചേർന്നു ഡിഗ്രിക്ക്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അദ്ദേഹം അപ്പോൾ സംസാരിക്കുന്ന സാഹിത്യത്തെ കുറിച്ചാണ്. സാഹിത്യമില്ലെങ്കിൽ ലോകമില്ലെന്ന് അദ്ദേഹം പറയുക. സാഹിത്യം 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 സാഹിത്യമാണ് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. സാഹിത്യമാണ് ലോകത്ത് നിലനിർത്തുന്നത്. സാഹിത്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. സാഹിത്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചാൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയവും മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് വളരെ തൽപരനായ ആൾ. അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കും. എപ്പോഴും ധാരാളം സിമ്പോസിയങ്ങളിലും സെമിനാറുകളിലും പങ്കെടുത്ത് സംസാരിക്കും. റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് സംസാരിക്കുമായിരുന്നു. ഡിഗ്രിക്ക് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല. ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായുള്ളത് CK മാത്യുവിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും BAക്ക് ഡാർലിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ കിട്ടിയില്ല. അപ്പോഴാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ MBA ആരംഭിക്കുന്നത്. അദ്ദേഹം നേരെ അവിടെ പോയി ചേർന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പിന്നെ അറിവുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ നോക്കി വേണ്ടി മെയിൻ റോഡിലൂടെ പോയി വലിച്ചിങ്ങനെ ഡാൽ നോക്കി. ഇതുവരെ കാണാത്ത ഡാർലിയാണല്ലോ ഇങ്ങനെ പുകവലിച്ചുണ്ടോ വരുന്ന ഡാർലി മെയിൻ റോഡിൽ. അന്ന് ഈ റോഡിൽ തിരക്കില്ലല്ലോ. ആ മരക്കാർ മോട്ടേഴ്സിൻ്റെ ഇപ്പുറത്ത് ആ ഷോറൂം അവിടെ ഇപ്പോൾ ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് എവിടെ ഞാനിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ചേർന്നു. വലിയ ബിസിനസ്സാണല്ലോ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബിസിനസ്. അപ്പോൾ ഈ ഒരു MBA അത് കഴിഞ്ഞ് MBA കഴിഞ്ഞു അദ്ദേഹം മധ്യപ്രദേശ് കൈത്തറി വികസന കോർപ്പറേഷൻ. അത് അറിയുന്നത് പിന്നീടാണ്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവാണ് D വിവേകാനന്ദൻ. അദ്ദേഹം ഹാൻഡെക്സിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു. ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാൻഫർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന കാലം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഹാൻഡെക്സ് ഒക്കെ നവീകരിക്കേണ്ട കാലം എത്രയോ കാലമായി, ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഒരു പ്രാകൃതമായി തന്നെ എപ്പോഴും ഹാൻഡെക്സ് ഒക്കെ പോകുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളിപ്പോഴൊരു പുതിയ ആളിനെ കൊണ്ടുവരുന്നുണ്ട്. ഒരു മലയാളിയാണ്. മധ്യപ്രദേശ് കൈത്തറി വികസന കോർപ്പറേഷനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെ 3400 രൂപ ശമ്പളമുണ്ട്. കേരളത്തിൽ 500 രൂപ കുറച്ച് 2900 രൂപ വരാൻ കൂടി തയ്യാറാണ്. മലയാളി ആയതുകൊണ്ട്. ഞങ്ങളുടെ എന്താ പേര്? അപ്പോൾ ഡാർലി മുൻകൂഷി. ഡാർലി മുൻകൂഷി ഞങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ എന്നോട് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ എൻ്റെ സുഹൃത്താണ്, എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ
പത്രങ്ങളിൽ വാർത്ത, ഡാർലിൻ ഘോഷ് ഹാൻഡ്രക്സ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത കണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കവടിയാറിന്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു വാൻ ഇങ്ങനെ റെഡ് ബോർഡിൽ വാൻ മുമ്പോട്ട് വിട്ട് റിവേഴ്സ് എടുത്ത് വന്നു. ഞാൻ നോക്കിയിട്ടുണ്ടാകും, ഏയ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് കയറ്റി, എന്നെ കൂടെ കിട്ടും നേരെ ഹാൻഡ്രക്സ്. അപ്പോൾ പിന്നെ കൈത്തറിയാണല്ലോ ലോകം. കൈത്തറിയാണല്ലോ നമ്മുടെ അടിസ്ഥാനം. കൈത്തറിയാണ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാന്നുള്ളത് കൊണ്ട് പുള്ളി ഏതിലിടപെടണോ അതിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാൻ അതേക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ കൈത്തറി ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ജനസമൂഹത്തിന്റെ എംപ്ലോയ്മെന്റ്, ജനസമൂഹത്തിന്റെ പട്ടിണി മാറാൻ, ജനസമൂഹത്തിന് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും. കൈത്തറിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്നിട്ട് അത് ഒരു കൈത്തറി വികസനത്തിനും വിപണനത്തിനും വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം ദേശീയ കൈത്തറി വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായ കേരള കൗൺസിൽ ചെയർമാനെ. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയവും ഈ സമ്മർദ്ദവും കാരണം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വിട്ടു പോയി. കുറേ കാലം കഴിഞ്ഞ് കേൾക്കുന്നത് അദ്ദേഹം ഫാഷൻ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പുറത്തൊക്കെ പോയി NID ഇങ്ങനെ NID മേധാവിയായി വന്നു എന്നൊക്കെ കുറേ കാലം കഴിഞ്ഞ് കേൾക്കും. അപ്പം ഞാൻ ഈ ഫ്രണ്ട്സ് ഓഫ് വിമൻസ് വേൾഡ് ബാങ്കിങ്ങിൻ്റെ ഒരു പങ്കാളിയായി അഹമ്മദാബാദിൽ ചെല്ലുമ്പോൾ, അപ്പോൾ അദ്ദേഹം അവിടെ NID ഡയറക്ടറാണ്. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പലരെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ 2-3 മലയാളികൾ ഇവിടെ വളരെ ശ്രദ്ധേയരായ ആളുകളാണ്. അമുൽ കുര്യനെ പോലെ തന്നെ ഡോക്ടർ ഡാർലി മുൻകുഷി, ഡോക്ടർ അത് എലിമത്തായി 2-3 മലയാളികളെ കുറിച്ച് വളരെ ആദരവോടുകൂടി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, ഞാൻ കാണുന്നില്ല, ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല, ഇങ്ങനെ ഡാർലി മുൻകുഷി എന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നപ്പോൾ ഞാൻ വിവാഹത്തിൽ പോയി പങ്കെടുത്തത് ഇതൊക്കെ കഴിഞ്ഞു. ഈ കാലത്തിന് ശേഷം അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ വെച്ച് വീണ്ടും കാണുന്നത്. അദ്ദേഹം അപ്പോൾ അവിടെ അപ്പാരൽ പാർക്കിൻ്റെയൊക്കെ ചുമതല കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങി. ഡൽഹിയിൽ അന്തരീക്ഷം മോശമായതുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കേരളത്തിലേക്ക് മടങ്ങി വെച്ചു. അപ്പോൾ അദ്ദേഹം റണ്ണൊരു പുസ്തകം എഴുതിയിരുന്നു, റീസ്കില്ലിങ്, അപ്സ്കില്ലിങ്, ന്യൂ സ്കില്ലിങ്, റൺ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭാരതീയ സമാജത്തിൻ്റെ മാനിഫെസ്റ്റോ ആക്കിയല്ലോ എന്ന്. അങ്ങനെ അത് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി BSSൻ്റെ മാനിഫെസ്റ്റോ ആക്കിയ പുസ്തകം. അത് എല്ലാ തലത്തിലും ആ പുസ്തകം കൊടുത്തു, ഡൽഹിയിലും എല്ലായിടത്തും കൊടുത്തു. എല്ലാവർക്കും വലിയ ഇംപ്രഷൻ ഉണ്ടായി. റൺ, റീസ്കില്ലിങ്, അപ്സ്കില്ലിങ്, ന്യൂ സ്കില്ലിങ്, സ്കില്ലിങ്ങിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്, സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച്. അത് അദ്ദേഹത്തോട് പറഞ്ഞു, രാജ്യം മാറുകയാണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ രാജ്യത്ത് പല പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയാണ്. തൊഴിലറിയാത്തവരായി നമ്മുടെ നാട്ടിൽ കോടാനുകൂടി ആളുകളാണ്. നമ്മുടെ നാട്ടിൽ 40 കോടിയോളം ആളുകൾ 10ാം ക്ലാസ് ജയിക്കാത്തവരായ ആളുകളാണ്, സ്ത്രീകളാണ് ഭൂരിപക്ഷം. അവരേതെങ്കിലും ഒരു പുതിയ സ്കില്ലിൽ അവരെ നമ്മളൊന്ന് സ്കെയിലപ്പ് ചെയ്താൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകാവുന്ന മാറ്റം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വമ്പിച്ച മാറ്റമാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം തീവ്രമായി സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച്, സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച്, നമ്മുടെ ആളുകൾ ഗ്രാസ് റൂട്ട് ലെവലിലെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഈ പരമ്പരാഗത തൊഴിൽ മേഖല, ഒരു ഹാൻഡിക്രാഫ്റ്റ് മേഖല, ഈ വെറും ഈ ഒരു അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം സംസാരിക്കുന്ന വ്യക്തിയായി അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിച്ചു ഭാരതീയ സമാജത്തിൻ്റെ ഒരു ചീഫ് മെൻറ്ററായിരിക്കാമെന്ന്. അദ്ദേഹം ദയാപൂർവം സമ്മതിക്കുകയും അതുമായി സഹകരിക്കുകയും ചെയ്തു. അതുകൊണ്ടൊരു പുതിയ ദിശാബോധം BSSൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ ഡാർലി മുൻകുഷിയുടെ ഒരു വലിയ സദസ്സ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സൗഹൃദ കൂട്ടായ്മയോട് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മേളനം ഇവിടെ വെക്കണമെന്ന്. അങ്ങനെ സദ്ഭാവന ട്രസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ അത് ഇവിടെ വെച്ച് ചെയ്യാം എന്നിങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതൊരു വളരെ വലിയ അനുഭവമാണ്. പ്രധാനമായും ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ചും പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ലോകത്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്, ജങ്ക് ക്ലോത്ത്, ജങ്ക്
പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഫാഷനാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് വേഗത കൂട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഗുഡ് ഫുഡും ജങ്ക് ഫുഡും ഉണ്ട്, ജങ്ക് ക്ലോത്തും ഗുഡ് ക്ലോത്തും ഉണ്ട് എന്ന് പറയുന്നു. അതിന് ഈ ജങ്ക് സാധനങ്ങൾ നമ്മുടെ പാരിസ്ഥിതിക തലങ്ങൾക്ക് അപകടം സൃഷ്ടിച്ചുകൊണ്ട് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പുസ്തകം ഇവിടെ പ്രകാശിതമാകുന്നത്. ചർച്ച ചെയ്യാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ഉത്തമ ചിന്തകരായ ആളുകളുണ്ട്. എപ്പോഴും സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് ഉൾപ്രേരണ നൽകുന്ന ചിന്തകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, പത്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാണ്. ഒരു സ്വാഭാവികമായും നമുക്കൊക്കെ ചിന്തിക്കാൻ വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് ഈ ജങ് വസ്തുവകളെ എങ്ങനെ നമ്മൾ നേരിടാവുന്നതിനെ കുറിച്ച്. ജങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ജങ് വസ്തുവകളെ നമ്മൾ ബഹിഷ്കരിക്കാൻ വേണ്ടി, പണ്ട് വൈദേശിക വസ്ത്രങ്ങളും വൈദേശിക വസ്തുക്കളും നമ്മൾ ബഹിഷ്കരിച്ചതുപോലെ തന്നെ ജങ് സാധനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രേരണയും ചിന്തയും നമുക്ക് ഉണ്ടാകുന്നതാണ്. കാരണം ഒരു ജങ്ക് ഫുഡ് ഇപ്പം എന്തായാലും വളരെ വൻതോതിൽ നമ്മുടെ മാർക്കറ്റ് കീഴടക്കിയിരിക്കണം. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഇടയിൽ ചിലരെങ്കിലും അത് മോശമാണ് എന്ന് പറയും. അതുപോലെ പക്ഷേ വസ്ത്രങ്ങൾ, ജങ്ക് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായ വസ്ത്രം. കോർപ്പറേറ്റുകൾ വളരെ വില കുറച്ച് വിൽക്കുന്ന ഷോറൂമുകൾ, ആകർഷകമായ ഷോറൂമുകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ട്രീറ്റിൽ ഏറ്റവും തരം താണ വസ്ത്രങ്ങൾ തൂക്കിയിട്ട് വിൽപ്പന നടത്തുകയാണ്. വലിയ വലിയ ഷോറൂമുകൾ, അത് കോർപ്പറേറ്റുകളുടെ വലിയ വൻകിട സ്ഥാപനങ്ങൾ കാണുമ്പോഴോ സൂടി കീടി ഇതൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ വളരെ വലിയ കാര്യത്തിൽ ചെന്ന് ഇങ്ങനെ അവിടെ ചെന്ന് വാങ്ങും. പക്ഷെ ഇതെല്ലാം തന്നെ അപകടകരമായ വസ്ത്രങ്ങൾ, അപകടകരമായ വസ്തുക്കളുമാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ഈ ജങ് വസ്തുവകൾക്ക് നേരെ പ്രതികരിക്കുക, ഫാഷൻ്റെ അഡ്വാൻസ്മെൻറ്റിൽ സംഭവിക്കുന്ന ഒരു ദയനീയത, ഫാഷൻ്റെ അഡ്വാൻസ്മെൻറ്റിൽ ഫാഷൻ ഇടപെടലെന്ന്, ഫാഷൻ എന്ന് വെച്ചാൽ ഡിസൈൻ എന്ന് പറയുന്നത് വെറും വസ്ത്ര ഡിസൈൻ മാത്രമല്ല, ഭവന ഡിസൈൻ മാത്രമല്ല, ഡിസൈൻ എല്ലാത്തിനും എപ്പോഴും വേണമെന്ന്. ഇപ്പം ഡോക്ടർ ഡാർലിമൻ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിസൈൻ ഇല്ലാത്ത ഒരു ലോകമില്ലാന്ന് പറഞ്ഞു. എല്ലാത്തിനും ഡിസൈൻ വേണം എന്നുള്ള പക്ഷക്കാരൻ. നമ്മൾ രണ്ടുപേർ നേരെ വന്ന് ഇരിക്കണമെങ്കിൽ അതിനൊരു ഡിസൈൻ വേണമെന്ന് ശഠിക്കുന്നതാണ്. ഇന്നിവിടെ ഈ യോഗം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ നമ്മൾ DG ജയാശ്രീമാൻ നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, ഇത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞു. പക്ഷെ കാരണം ഇത് നമ്മുടെ ഒരു അനൗപചാരികമായ രീതിയാണ്. ആളുകൾ ഒന്നിച്ചു കൂടുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ഊഷ്മളതയാണ് ഈ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ അതിലൊക്കെ തന്നെ കൃത്യത വേണമെന്നുള്ള കാര്യത്തിൽ ഡോക്ടർ ഡാർലിമൻ കോശിക്ക് നിർബന്ധമുണ്ട്. ആ വെളിച്ചത്തിൽ, ആ ടോർച്ചിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സദ്ഭാവന ട്രസ്റ്റിനെ കുറിച്ച് ജയശ്രീയോട് സംസാരിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലയാക്കി മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം KK കുറുപ്പ് സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് സദ്ഭാവന ട്രസ്റ്റ് ചെയ്യുന്ന സംഭാവന വളരെ വലുതാണ്. നമുക്ക് NBT പോലെ ഒരു പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാസ്തവത്തിൽ സദ്ഭാവന ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന NBT ആണ്, നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പോലെ എന്നത് പഴയ ഒരു വൈസ് ചാൻസലർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടിയ സന്തോഷം വളരെ വലുതാണ്. ആ നിലയിലുള്ള ചിന്തയോടുകൂടി കേരളത്തിൽ നിന്നും ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണശാലയാക്കി സദ്ഭാവന ട്രസ്റ്റിനെ മാറ്റുവാനുള്ള ഒരു ദൗത്യം ആണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഡാർലിമൻ കോശി എഴുതിയതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നിരവധിയായ ബുദ്ധിജീവികളും ചിന്തകരും എഴുത്തുകാരും ഒക്കെയുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന സൃഷ്ടികൾ നടത്തുവാനും അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സദ്ഭാവനയും തയ്യാറാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് ഹൃദ്യമായ ഒരു ചടങ്ങായി മാറും. ആ ചടങ്ങിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് നീങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.